അപ്പോൾ അബൂ സുഫിയാന് അമുസ്ലിമായ കാലഘട്ടത്തിൽ റോമൻ ചക്രവർത്തിയുടെ മുമ്പിൽ വെച്ചിട്ട് വിശദീകരിച്ചതായ ദഹിയത്തുൽ കൽബിയിലൂടെ റസൂലുള്ള മദീനയിൽ നിന്നിട്ട് റോമൻ ചക്രവർത്തിയിലേക്ക് അയച്ചതായ എഴുത്തിലുള്ള ഭാഗമാണ്. ആദ്യമായിട്ട് കലിമത്ത് തൗഹീദ് കഴിഞ്ഞാൽ ഞങ്ങളോട് റസൂലുള്ള കൽപ്പിക്കാറുള്ളത് നമസ്കാരമാണ്. ഈ നമസ്കാരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷഹാദത്തൈൻ കഴിഞ്ഞാൽ ആദ്യമായ ഫർളാക്കപ്പെട്ടതാണ്. നമസ്കാരം എന്ന പദത്തിന് മറ്റൊരർത്ഥവും കൂടിയുണ്ട്. അസ്സലാ എന്നതിന് അസ്സലാ സിലത്തും ബൈനൽ അബ്ദി വ റബ്ബിഹി, അടിമയുടെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ സില, ബന്ധമുണ്ടാക്കുന്ന വയറുണ്ടല്ലോ, വയറ് ബന്ധമുണ്ടാക്കുന്ന സാധനമാണ്. അള്ളാഹിനോട് ആർക്കെങ്കിലും സംസാരിക്കണമെന്ന് പൂതിയുണ്ടെങ്കിൽ അവൻ നമസ്കരിക്കട്ടെ എന്നാണ് സലഫുസ് സാലിഹ്യങ്ങൾ പറയൽ. നമസ്കരിക്കുമ്പോൾ ഇയ്യാക നഅ്ബുദു റബ്ബേ, നിന്നെ മാത്രം ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു. വഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നതായ പദം റബ്ബിനോട് നേരിട്ട് സംസാരിക്കാനുള്ള ആ സ്വർണ്ണ അവസരമാണ് നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ. അതുകൊണ്ട് റബ്ബേ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, സന്മാർഗത്തിലേക്ക് നീ ഞങ്ങളെ നയിക്കണമേ രക്ഷിതാവേ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ വഴിയിലാണ്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, നീ കോപ്പിച്ചവരുടെ വഴിയിലല്ല. വലദ്ദാല്ലീൻ, വഴി പഴച്ചവരായ ക്രിസ്തീയ വിഭാഗമാണ് ലാസ്റ്റ് പറഞ്ഞവര്, ജൂതന്മാരാണ് അതിനു മുമ്പ് പറഞ്ഞവര്. അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിലേ അല്ല, മറിച്ച് ആ സാബിഖീങ്ങളായ മഹാത്മാക്കളായ നബിമാര്, ശുഹദാക്കൾ, അപ്രകാരം തന്നെ സാലിഹീങ്ങൾ, സ്വർഗത്തിൽ അങ്ങുമിങ്ങും ഇരുന്നു കൊണ്ട് ഉല്ലസിക്കുന്നവരായ ആ സന്തോഷത്തോടു കൂടി ആഹ്ലാദത്തോടു കൂടി ആ രമ്യഹർമ്മ്യങ്ങളിലും ആ പൂന്തോപ്പുകളിലും ആ കൊട്ടാരങ്ങളിലും കുട്ടികളോട്, സ്വർഗീയ കുട്ടികളോട്, സ്വർഗത്തിലുള്ളതായ ഹൂറുൽ കൂടിയിരുന്ന് ഉല്ലസിക്കുന്നതായ ആ ജീവിതം ജീവിക്കുന്നവരോടൊപ്പം ഞങ്ങളെ നീ മാറ്റണേ രക്ഷിതാവേ എന്ന് റബ്ബിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ 17 തവണ ഫാത്തിഹ ഓതുന്നതോടൊപ്പം നീ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്ന് നീ ഓർത്തു കഴിഞ്ഞാൽ നിനക്ക് പിന്നെ ഭാര്യ ഓർമ്മ വരുമോ? കുട്ടികൾ ഓർമ്മ വരുമോ? നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ സമ്പത്തും ഭൗതിക നേട്ടങ്ങൾ ഓർമ്മ വരുമോ? ഇല്ല. അത് നാം ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. ശരിക്ക് ഓർക്കേണ്ടതുപോലെ ഓർത്ത് ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊണ്ട് ചുരുങ്ങിയൊരു ഫാത്തിഹാന്റെ അർത്ഥമെങ്കിലും മനപ്പാടാക്കിക്കൂടെ കൂട്ടരെ? ഫാത്തിഹാന്റെ അർത്ഥം നമ്മുടെ മാതൃഭാഷയിൽ അത് ചെല്ലുമ്പോൾ അത് അപ്പടി തന്നെ നമ്മുടെ ഓർമ്മയിൽ വരാൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണ്യനും കരുണാദിയുമായ റബ്ബുൽ ഇസ്സത്തിന്റെ നാമം കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതിയും സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവിനാണ്. അർ-റഹ്മാൻ റഹീം, അവൻ പരമകാരുണികനാണ്, കരുണാനിധിയാണ്. മാലിക് യൗമിദ്ദീൻ, പ്രതിഫലം നൽകപ്പെടുന്ന നാളിന്റെ ഉടമയാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നാം നേരത്തെ കേട്ടതായ സന്മാർഗത്തിലേക്ക് നീ ഞങ്ങളെ നയിക്കണമേ രക്ഷിതാവേ. അങ്ങനെയുള്ള ആ അർത്ഥങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പറയുമ്പോൾ ശരിക്ക് ഭക്തിയോടുകൂടി നമസ്കരിക്കാൻ അത് സഹായകമായി മാറുന്നു എന്നർത്ഥം.